ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ? നല്ല അടിപൊളിയായിട്ട് ഊണൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റും ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ പുഡിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കേ വേണ്ട. അപ്പോൾ എന്താണെങ്കിലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഇത് ചെയ്തെടുക്കണത് ഞാനിവിടെ ജെലാറ്റിൻ വെച്ചിട്ടാണ്. അപ്പോൾ ജെലാറ്റിൻ ക്രിസ്റ്റലായിട്ടുള്ള ജെലാറ്റിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജെലാറ്റിൻ കുറച്ച് തണുത്ത വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ വെള്ളത്തിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. കുറച്ച് നേരം ഫ്രീസറിൽ വെച്ച് അത്യാവശ്യം തണുപ്പാക്കി എടുത്ത വെള്ളമാണ്. ഇതിലൊന്ന് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റെഡി ആയിക്കോളും. ഇനി നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് അളവിൽ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാൽപ്പൊടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് അളവിൽ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാനിതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ പാൽപ്പൊടി ഒട്ടും കട്ട കിട്ടാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വിസ്ക് അതുപോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ട് അടിച്ചെടുത്താലും മതി. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കണം 1/2 കപ്പ് അളവിൽ കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള പാല്, നല്ല ക്രീമി ആയിട്ടുള്ള പാലില്ലേ, അതെടുത്താലും മതിയാവും. പിന്നെ ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയല്ല, കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ ജെലാറ്റിൻ ഇതുപോലെ നല്ല ജെല്ലി പോലെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാനിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത്, അതായത് അത്യാവശ്യം നല്ല ചൂടുള്ള ഒരു പാത്രത്തിൽ അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം എടുക്കുക. അതിൻ്റെ പുറമേലേക്ക് ഈ ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് ഇത് നന്നായിട്ട്, അപ്പോൾ ആ ചൂട് കൊണ്ടിട്ട് നന്നായിട്ട് മെൽറ്റായി കിട്ടും. ഒരിക്കലും ഡയറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോയി ചൂടാക്കി എടുക്കരുത്, ഡബിൾ ബോയിൽ മാത്രം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കാം കേട്ടോ. ഇനി നമുക്കിതിൽ ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്ക പൊടിച്ച് ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ടൈഗറിൻ്റെ ഗ്രീൻ കളർ പിസ്ത എസൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാനതിലേക്ക് പിസ്ത എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കളറിന് വേണ്ടിയിട്ട് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് വേണേൽ ചേർക്കുക, അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടും. ഇനി ഇത് നമുക്ക് ഈ ഒരു മിക്സർ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്, ഒരുപോലെ എല്ലാവിടെയും ഒരുപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ട്രേയിലേക്കാണ് സെറ്റ് ചെയ്ത് വെച്ചത്. സെറ്റ് ചെയ്യുമ്പോൾ 7 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ കിട്ടും. നമ്മളുടെ ഈ ജെലാറ്റിൻ പുഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുഡിങ് നമുക്ക് റീമോൾഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യണത് ആ ഒരു പാത്രത്തിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്കൂപ്പ് എടുത്തിട്ട് ഓരോ പാത്രത്തിലിട്ട് സെർവ് ചെയ്യാനേ പറ്റുള്ളൂ. ഇത് നമുക്ക് ഒരിക്കലും റീമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറക്റ്റ് ആ ഒരു മോൾഡിൻ്റെ ആ രൂപത്തിൽ നമുക്ക് കിട്ടില്ല. ഇത് ശരിക്കും ഇങ്ങനെ തളർന്നു പോകും. പിന്നെ ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഈ ജെലാറ്റിനിൽ തന്നെ അത്യാവശ്യം കുറച്ച് പഞ്ചസാര ഇട്ടിട്ട്, അതുപോലെ തന്നെ ടൈഗർ എസൻസും കൂടെ ഒഴിച്ച് വെറുതെ വെള്ളത്തിലൊന്ന് കുറച്ച് അളവിൽ സെറ്റ് ചെയ്തെടുത്താണ്. അത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ മുകളിലിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇതുപോലെ നല്ല സ്പൂണിലൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക്, ഞാനിതിപ്പോൾ ഒന്ന് സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് റീമോൾഡ് ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ പറ്റണില്ല. കാരണം ഇതുപോലെ നേരെ ഇരിക്കില്ല അത്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടും ഒപ്പം തന്നെ വളരെ സ്മൂത്തായിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പുഡിങ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.